നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം, 13 പേർ മരിച്ചു. സ്ഫോടനമുണ്ടായത് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ. മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. ദുരന്തത്തിൽ വിറങ്ങലിച്ച് മുണ്ടത്തിക്കോട് ഗ്രാമം. പ്രദേശവാസികൾ ആദ്യം കരുതിയത് ഭൂചലനമെന്ന്. ദുരന്തത്തിന്റെ ഭീതി മാറാതെ പ്രദേശവാസികൾ. നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ഒട്ടേറെ വീടുകൾക്ക്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയഭേദകമായ കാഴ്ചകൾ. പരിക്കേറ്റവർക്ക് 70% പൊള്ളലേറ്റതായി അധികൃതർ. കൊടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ അനൂഷിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ. വെള്ളറക്കാട് ആദൂരിൽ പോത്തിന്റെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധികൻ മരിച്ചു. പാലിക്കര ടോൾ പ്ലാസയിൽ വൻ രാസലഹരിവേട്ട. 90 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് കുന്നംകുളം കൊടുങ്ങല്ലൂർ സ്വദേശികൾ. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിന് നേരിട്ട നഷ്ടം ബാങ്ക് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കാൻ സഹകരണ വകുപ്പ് ഉത്തരവ്. ഈ മാസം 24-ന് ഓഫീസിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും ഉത്തരവ്. വാർത്തകൾ വിശദമായി. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 13 പേർക്ക് ദാരുണാന്ത്യം, 13 പേർ ചികിത്സയിൽ. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്താണ് സ്ഫോടനമുണ്ടായത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30-യോടെയാണ് ഉഗ്രസ്ഫോടനത്തോടെ പൊട്ടിത്തെറിയുണ്ടായത്. തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായത് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തുടർച്ചയായി വെള്ളമടിച്ച് സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കിയ ശേഷമാണ് ആളുകളെ പുറത്തെടുത്തത്. ശരീരഭാഗങ്ങൾ ചിതറിത്തെറിച്ച നിലയിലായിരുന്നു. സംഭവസ്ഥലത്തു നിന്നും 200 മീറ്റർ ചുറ്റളവിലുള്ള ആളുകളെ മാറ്റി. സാമ്പിൾ വെടിക്കെട്ടിനും പൂരം വെടിക്കെട്ടിനും പകൽപൂരം വെടിക്കെട്ടിനുമുള്ള വെടിക്കെട്ട് സാമഗ്രികൾക്കാണ് പൊട്ടിത്തെറിച്ചത്. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, DIG T നാരായണൻ, സിറ്റി പോലീസ് കമ്മീഷണർ ദേശ്മുഖ് രാജ് തുടങ്ങിയവർ സ്ഥലത്ത് നേരിട്ടെത്തിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോട്ടയം, പാലക്കാട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കൂടുതൽ ഡോക്ടർമാരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിയോഗിച്ചു. അപകട വിവരമറിഞ്ഞ് മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, VN വാസവൻ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ലിബീഷ് ഈ സമയം ചേരുകയാണ്. ലിബീഷ്, കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. 13 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. അതുപോലെ 13 പേർ ചികിത്സയിലുണ്ട്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? അതായത് ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളൊക്കെ ദുഷ്കരമായിരിക്കും. അതുകൊണ്ട് ഏത് രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? റിയ, ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം രക്ഷാപ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രദേശത്ത് വെളിച്ചക്കുറവിൻ്റെ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും പൊട്ടാത്ത സ്ഫോടക വസ്തുക്കളുണ്ട്. കരിമരുന്ന് പലയിടത്തും തീ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പലരുടെയും നില ഗുരുതരമാണ്. അതിൽ വെടിക്കെട്ട് കരാറെടുത്തിരിക്കുന്ന മുണ്ടത്തിക്കോട് സതീഷിന് 70%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ട്. മറ്റ് 5 പേരുടെ നിലയും അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. 14 പേർ മരിച്ചു എന്നാണ് അനൌദ്യോഗികമായി മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്നാൽ 13 പേർ മരിച്ചു എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ നേരത്തെ വാർത്താസമ്മേളനം നടത്തി അറിയിച്ചത്. കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിക്കുന്നത് 5 പേരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മറ്റ് 7 പേരുടെ ശരീരഭാഗങ്ങളാണ് ലഭിച്ചത്. എന്നാൽ അക്കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. മരിച്ചവരെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. DNA പരിശോധന അടക്കം നടത്തിയ ശേഷമേ മരിച്ചവരെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. പരിക്കേറ്റവർക്ക് വിദഗ്ധമായ ചികിത്സ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം തൃശൂർ മെഡിക്കൽ
മെഡിക്കൽ കോളേജിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി നേരിട്ട് തന്നെ അതിനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും തൃശ്ശൂർ പൂരത്തിനായി വളരെ ആകാംക്ഷപൂർവ്വം നാടും നഗരവും കാത്തിരിക്കുമ്പോഴാണ് തൃശ്ശൂരിൻ്റെ ഉള്ളുലച്ച് ഇത്തരമൊരു വാർത്ത എത്തിയത്. ഇന്ന് വൈകിട്ട് 3:30 മുണ്ടത്തിക്കോട് പ്രദേശത്ത് വളരെ ഗുരുതരമായ രീതിയിലുള്ള ഒരു സ്ഫോടനം നടന്നത്. പ്രദേശവാസികൾ ആദ്യം കരുതിയത് ഒരു ഭൂചലനം എന്നുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായത്. വളരെ ശക്തമായൊരു സ്ഫോടന ശബ്ദം കേൾക്കുന്നു, തുടർന്ന് ഭൂമി കുലുങ്ങുന്ന പോലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നു. ആ ഒരു ആഘാതത്തിൽ നിന്നും ഞെട്ടലോടെ ഉണർന്ന അവർ പ്രദേശവാസികൾ തന്നെയാണ് ആദ്യം ഇവിടേക്ക് ഓടിയെത്തിയത്. അപ്പോൾ കണ്ടത് ഈ വെടിക്കെട്ടുപുര നിന്ന് കത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അവിടെ ഒരു 5ഓളം ഷെഡുകൾ ഉണ്ടാക്കിയാണ് ഈ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണം നടത്തിക്കൊണ്ടിരുന്നത്. ഈ 5 ഷെഡുകളും നിന്ന് കത്തുന്ന ഒരു കാഴ്ചയാണ് പ്രദേശവാസികൾ കണ്ടത്. അവിടേക്ക് അടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. ദൂരേക്ക് തെറിച്ചു വീണ ആ ആളുകളെ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തിച്ച ആംബുലൻസുകളിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ രക്ഷാപ്രവർത്തകർക്കോ ഫയർഫോഴ്സ് സംഘത്തിനോ ആദ്യം അവിടേക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. തുടർ സ്ഫോടനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 2 മണിക്കൂറോളം ഇങ്ങനെ തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായി. എന്നാൽ അതിനിടയിൽ പോലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ റിസ്ക് എടുത്ത് തന്നെ ആ പ്രദേശത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് ഈ വെടിക്കെട്ട് സാമഗ്രികൾ നിർവീര്യമാക്കാനുള്ള പ്രവർത്തികൾ നടത്തി. തുടർന്ന് അവിടെ നിന്നും പരമാവധി ആളുകളെ പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. എന്നാൽ 13 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട്. മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. തൃശ്ശൂർ ജില്ലാ ഭരണകൂടത്തിന് രക്ഷാപ്രവർത്തനത്തിനായി സംസ്ഥാന സർക്കാർ 50 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിച്ചിട്ടുമുണ്ട്. റിയ, ലിബീഷ്, ഈ പ്രദേശത്ത് മറ്റെന്തെങ്കിലും നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഏറ്റവും കൂടുതൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്? ഇപ്പോൾ 200 മീറ്റർ ചുറ്റളവിൽ ആളുകളെ മാറ്റി പാർപ്പിച്ചു ഉൾപ്പെടെ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഏറ്റവും കാര്യമായി നൽകിയിട്ടുണ്ടോ? പ്രദേശത്ത് അവിടെ ഇപ്പോൾ തെരച്ചിൽ വെളിച്ചക്കുറവിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. അവിടെ ധാരാളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വീടുകളുടെ ജനൽച്ചില്ലകൾ തകർന്നിട്ടുണ്ട്. ജനൽച്ചില്ലകൾ തകർന്ന ചിലർക്കൊക്കെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രദേശവാസികളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഇതൊരു ആളൊഴിഞ്ഞ പാടത്തിന് നടുവിലാണ് ഈ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന ഷെഡുകൾ ഉണ്ടാക്കിയിരുന്നത്. എങ്കിൽ പോലും ആ സ്ഫോടനത്തിൻ്റെ ആഘാതം അത് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് വരെ ഉണ്ടായി. പരിസര പ്രദേശത്ത് വീടുകളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും കുറച്ച് അപ്പുറത്ത് മാറിയുള്ള വീടുകളുടെ ജനൽച്ചില്ലുകൾ തകർന്നു. ചില വീടുകളിൽ പതിച്ചിരുന്ന മേൽക്കൂരകൾ പതിച്ചിരുന്ന ഓടുകൾ പൊട്ടിച്ചിതറി. ചില്ലുകൾ തറച്ച് ചിലർക്കൊക്കെ പരിക്കേൽക്കുകയും ചെയ്തു. അവിടെ ഇപ്പോൾ ആളുകളെ പ്രവേശിപ്പിക്കുന്നതിന് നിയന്ത്രണമുണ്ട്. കാരണം വലിയ തോതിലുള്ള വെടിക്കെട്ട് സാമഗ്രികൾ അവിടെ സൂക്ഷിച്ചിരുന്നു. തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ വെടിക്കെട്ടുണ്ട്, പുലർച്ചെ പ്രധാന വെടിക്കെട്ടുണ്ട്, അതിനുശേഷം പകൽപൂരത്തിന് വെടിക്കെട്ടുണ്ട്. അങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട വെടിക്കെട്ട് സാമഗ്രികൾ അവിടെ സൂക്ഷിച്ചിരുന്നു. അതൊന്നുപോലും തൃശ്ശൂരിലെ തിരുവമ്പാടിയുടെ മാഗസീനിലേക്ക് മാറ്റിയിരുന്നില്ല. അതിനാൽ വൻതോതിലുള്ള വെടിക്കെട്ട് സാമഗ്രികൾക്ക് തീപിടിച്ചതോടുകൂടി അക്ഷരാർത്ഥത്തിൽ തന്നെ ഭൂമി കുലുങ്ങുന്ന അനുഭവത്തോടു കൂടി തന്നെയാണ് അവിടെ പൊട്ടിത്തെറി ഉണ്ടായത്. പ്രദേശവാസികൾ വലിയ ഭീതിയിലാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരം ലഭ്യമാവുന്നു. കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമുള്ള ആ ഒരു ധനസഹായത്തെക്കുറിച്ചെല്ലാം ലിബീഷ് സംസാരിക്കുകയുണ്ടായി. എന്തായാലും പ്രദേശത്ത് നല്ല രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. 200 മീറ്റർ ചുറ്റളവിൽ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നിയന്ത്രണം നല്ല തോതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലെ അപകടം സംബന്ധിച്ച് മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. അപകട കാരണവും അനന്തരഫലങ്ങളും വിശദമായി അന്വേഷിക്കുന്നതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ തൃശൂർ RDOയെ ചുമതലപ്പെടുത്തി. പ്രദേശത്ത് ഡ്രോൺ പരിശോധന നടത്തിയതായും കളക്ടർ അറിയിച്ചു. ദുരന്തത്തിൽ വിറങ്ങലിച്ച് മുണ്ടത്തിക്കോട് ഗ്രാമം ഭൂകമ്പമാണെന്നാണ് പ്രദേശവാസികൾ ആദ്യം കരുതിയത്. ഇതാണ് ആ ദുരന്തഭൂമി. മുണ്ടത്തിക്കോട്
വലിയ വെടിക്കെട്ട് അപകടമുണ്ടായ ഭൂമി. ആ ഭൂമിയിലെ മരങ്ങളിലേക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം വ്യാപ്തിയാണ് ആ വെടിക്കെട്ട് അപകടത്തിന് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അത്രയേറെ പേർ അവിടെ വെടിമരുന്ന് നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. അപ്രതീക്ഷിതമായി 3:30 വെടിക്കെട്ട് അപകടമുണ്ടായപ്പോൾ പ്രദേശവാസികളെല്ലാം കരുതിയത് വലിയ ഭൂചലനമാണെന്നാണ്. 3:30 ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന ഭൂചലനമുണ്ടായി എന്നുള്ളത് TCBക്കും വിവരം ലഭിച്ചു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് അത് വെടിക്കെട്ട് അപകടമാണ് എന്നറിഞ്ഞത്. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഏതാനും ദിവസങ്ങൾ മാത്രം തൃശ്ശൂർ പൂരത്തിനായി ബാക്കി നിൽക്കെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ വെടിമരുന്നിൻ്റെ എല്ലാ പണികളും അവസാന ഘട്ടത്തിലെത്തിയ സമയത്താണ് വലിയ പൊട്ടിത്തെറിയുണ്ടായത്. ആ ദുരന്തം പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നത് വളരെ ഭീതിയോടുകൂടിയാണ്. വലിയ പൊട്ടിത്തെറിയുണ്ടായി. ആളുകൾ വന്നപ്പോൾ ഇവിടെ കണ്ടത് വലിയ തീയും പുകയുമാണ്. ഒരു വലിയ പാടശേഖരത്തിൻ്റെ നടുക്കാണ് ഈ മുണ്ടത്തിക്കോടുള്ള ഈ വെടിമരുന്ന് ശാല പ്രവർത്തിക്കുന്നത്. മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നത് ഇവിടേക്ക് വാഹനങ്ങൾ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ്. ദൂരെ വാഹനങ്ങൾ നിർത്തി നടന്നാണ് ഇവിടേക്ക് വെടിമരുന്ന് ശാലയിലെ പണിക്കാരെല്ലാം എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വെടിക്കെട്ട് അപകടമുണ്ടായപ്പോൾ ആളുകൾക്ക് എത്തിച്ചേരാനും പോലീസിന് എത്തിച്ചേരാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഫയർഫോഴ്സിന് എത്തിച്ചേരാനും ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് JCBയും അതുപോലെ തന്നെ ട്രാക്ടറും കൊണ്ടുവന്ന് ഈ ബണ്ടുകളെല്ലാം തകർത്തതിന് ശേഷമാണ് വാഹനങ്ങൾക്ക് അങ്ങോട്ട് എത്തിച്ചേരാനുള്ള സംവിധാനം ഒരുക്കിയത്. പിന്നീട് ആണ് ഫയർഫോഴ്സിൻ്റെ വാഹനങ്ങൾ ഈ പാടത്തിൻ്റെ ഈ വശത്ത് വരെ എത്തിച്ചേരാനുള്ള ഒരു സംവിധാനം ഒരുക്കിയത്. ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെയും ആംബുലൻസിൻ്റെയും വാഹനങ്ങളെല്ലാം അതുപോലെ സംവിധാനം ഒരുക്കിയാണ് ഇവിടേക്ക് എത്തിച്ചത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആളുകൾക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അത്രയേറെ ഭീതിതമായ അവസ്ഥ. കരിമരുന്നിൻ്റെ ഗന്ധം, ഈ വയലിൽ ചിതറിയ ശരീരാവശിഷ്ടങ്ങൾ, മാത്രമല്ല വെടിക്കെട്ട് പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ഇനിയും കത്തിത്തീരാത്ത വെടിമരുന്നിൻ്റെ ഉൽപ്പന്നങ്ങൾ ഈ വയലിലെല്ലാം വ്യാപിച്ച ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ആളുകൾക്ക് ഇവിടേക്ക് വന്ന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. സമീപവാസികളായ ഏതാനും പേരാണ് ഇവിടേക്ക് എത്തിച്ചേർന്ന് ആദ്യം ഇവിടേക്ക് ആളുകളെ കൊണ്ടുപോയത്. ഇവിടെ പലയിടങ്ങളിലായാണ് ആളുകൾ പണി ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല ഘട്ടങ്ങളിലായാണ് ആളുകൾ പണി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ പേരെ വന്നു ചേർന്ന ആ 10 വരുന്ന പ്രദേശവാസികളായ സംഘം ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സാധിച്ചു. ഇപ്പോഴും ആ വെടിക്കെട്ടിൻ്റെ കത്തിത്തീരാത്ത വെടിമരുന്ന് അവശിഷ്ടങ്ങൾ പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ശബ്ദം നമുക്കിപ്പോഴും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഭീതിതമായൊരു ഭീതി ഉയർന്നത് പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച വിവരമാണ്. 35-ലധികം പേർക്ക് ഭക്ഷണം ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ എത്രത്തോളം ദുരന്തത്തിന് വ്യാപ്തി ഉണ്ടായി എന്നുള്ള ആ ആശങ്ക ഇപ്പോഴും വിട്ടകന്നിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് അവിടേക്ക് അടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇപ്പോഴും കത്തിത്തീരാത്ത ധാരാളം വെടിമരുന്നിൻ്റെ ഉൽപ്പന്നങ്ങൾ അവിടെ കൂടിക്കിടക്കുന്നുണ്ട്. അതിൽ പൂർണ്ണമായും അണച്ചതിന് ശേഷം മാത്രമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അങ്ങോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു അവസ്ഥ കൂടി നിലനിൽക്കുന്നു. എന്തായാലും സമീപ നാളുകളിൽ കണ്ട വലിയൊരു ദുരന്തമായി മുണ്ടത്തിക്കോട് ആ പറമ്പിലുള്ള മരങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തെങ്ങിൻ തലപ്പുകൾ പോലും കത്തിക്കരിഞ്ഞ നിലയിൽ കത്തിപ്പിടിച്ച നിലയിലാണ് ഇപ്പോഴും. മാത്രമല്ല മരങ്ങളെല്ലാം കത്തി പടർന്ന നിലയിലാണ് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ആ വലിയൊരു ദുരന്തത്തിനാണ് മുണ്ടത്തിക്കോട് ഗ്രാമം സാക്ഷ്യം വഹിച്ചത്. രക്ഷാപ്രവർത്തനം അതിവേഗം ആരംഭിക്കാനായെങ്കിലും ദുരന്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ദുരന്തമുണ്ടായ ഉടൻ തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ സന്നാഹം, ഒപ്പം തന്നെ ഫയർഫോഴ്സ് എല്ലാം ഇവിടേക്ക് എത്തിച്ചേരുകയുണ്ടായി. പക്ഷേ ഇവിടേക്ക് എത്തിച്ചേരാൻ കടക്കാൻ വഴിയുണ്ടായിരുന്നില്ല. കാരണം ഒരു വയലിന് നടുക്കാണ് ഈ സ്ഥാപനം, ഈ വെടിമരുന്ന് ശാല പ്രവർത്തിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും JCBയും ട്രാക്ടറും കൊണ്ടുവന്ന് ബണ്ടുകൾ തകർത്താണ് വാഹനങ്ങൾ അങ്ങോട്ട് എത്തിച്ചത്. അല്ലേ കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇത് പറയും. അതെ, ഇത് നടക്കുന്ന സമയത്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന മുറയ്ക്ക് തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ട് നമുക്ക് എല്ലാം ഫസ്റ്റ് അവിടെ ഈ ഫയർ ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങൾ, എക്സ്റ്റിങ്വിഷ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുന്നുണ്ട്. വഴി അവിടെ പോകാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ നമുക്ക് ഇവിടെ ഒരു JCB ഉണ്ടായിരുന്നു. JCB വെച്ചിട്ട് വഴി ഉണ്ടാക്കിയിട്ട് നമ്മൾ അവിടെ അകത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് സ്റ്റിൽ അണ്ടർ കൺട്രോളാണ്. പക്ഷേ ഇപ്പോൾ തന്നെ ഒരു വലിയ ദുഷ്കരമായ അവസ്ഥ. കാരണം ഇപ്പോൾ ഇത് കത്തിക്കൊണ്ടിരിക്കുന്നു, പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് എപ്പോൾ ആളുകൾക്ക് കടന്ന് രക്ഷാപ്രവർത്തനത്തിന് സാധിക്കും? അല്ല, ഇത് മുഴുവൻ അവിടെ കുറേ പൊട്ടിക്കാതെ കുറേ ഗുണ്ട അവിടെ ഉണ്ടാകുന്ന സാധ്യത ഉണ്ട്. അതായത് കൊണ്ട് മുഴുവൻ ക്ലിയറും എല്ലാം സാനിറ്റൈസ് ചെയ്ത ശേഷം മാത്രം അകത്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഫയർഫോഴ്സിൽ അകത്ത് കയറാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് ആ ഗുണ്ട ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്, കുറച്ച് ബോംബ്സ് പൊട്ടിക്കുന്നുണ്ട്. സോ അതായത് കൊണ്ട് എല്ലാം മുഴുവൻ ക്ലിയർ ആയ ശേഷം മാത്രം അകത്ത് കയറാൻ പറ്റും. ശരി, എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ദ്രുതഗതിയിലുള്ള വളരെ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചു. പക്ഷേ എന്നിരുന്നാൽ പോലും കടക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം വെടിമരുന്നാണ്, ഇനിയും പൊട്ടിത്തീരാതെയുണ്ട്. അത് ഒരു വലിയ പ്രതിസന്ധിയായി ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ദുരന്തത്തിന്റെ ഭീതി മാറാതെ പ്രദേശവാസികൾ ഒട്ടേറെ വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്.
സമീപത്തെ നിരവധി വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ചില വീടുകളുടെ കോൺക്രീറ്റിന് വിള്ളൽ വരെ സംഭവിച്ചിട്ടുണ്ട്. ഒരുവിധം വീടുകളുടെ എല്ലാം ജനൽ ചില്ലുകൾ തകർന്നിരിക്കുന്ന വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഈ പാടത്തിനോട് ചേർന്ന ഒരു വീടാണ്. എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ടായിരുന്നു? ഗ്ലാസ്സുകളെല്ലാം പൊട്ടി, പിന്നെ നമ്മുടെ കറണ്ട് കാര്യങ്ങൾ AC ഒക്കെ ബാധിച്ചിട്ടുണ്ട്, പിന്നെ വിള്ളൽ ചിനലി ഉണ്ട് പൊട്ടി ആകതാക്കി ഗ്ലാസ്സുകളും കാര്യങ്ങളും. ഈ അപകടം നടക്കുമ്പോൾ വീട്ടിലുണ്ടായിരുന്നു? എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ ഒരു പ്രഷറായിട്ട് ഇങ്ങനെ വന്ന് ഗ്ലാസ്സുകളെല്ലാം പൊട്ടി തെറിച്ച് ഉള്ളിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അത് മേലേക്ക് തെറിച്ച് വീണപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിൻ്റെ നോക്കിയപ്പോഴേക്കും ആകെ പൊട്ടി സൗണ്ടും കാര്യങ്ങളും പുറത്തേക്ക് നോക്കിയപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പോകുകയും കാര്യങ്ങളും പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വേഗം പോയിരുന്ന് ഇറങ്ങി അങ്ങോട്ട് സെൻറ്ററിലേക്ക് കയറി അങ്ങനെ പോയി. അപ്പോഴേക്ക് ഇത് പൊട്ടിത്തെറിച്ച് ഇവിടെ വന്ന് വീണ് വരണം, ഈ തൊട്ടപ്പുറത്ത് ഈ പാടത്ത് വന്ന് വീണു. അപ്പോൾ അങ്ങനെ ആ ഒരു പേടിയിൽ എല്ലാവരും എനിക്ക് അകത്തേക്ക് ഓടി ഇറക്കി വരുമ്പോൾ ഗ്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പൊട്ടിയത് കണ്ട്. അപ്പോൾ അത് കാലുമൊക്കെ കുത്തി പിള്ളേരൊക്കെ എടുത്ത് അങ്ങനെ പുറത്ത് അങ്ങനെ ഓടി ഞങ്ങൾ അങ്ങോട്ട് പോയി. സമീപവാസികളെല്ലാം വളരെ ഭീതിതമായ ഉഗ്ര ശബ്ദം കേട്ടാണ്, പലരും വീടുകളിൽ മയക്കത്തിലായിരുന്നു. ഈ ശബ്ദം കേട്ടാണ് പുറത്തേക്ക് ഓടിയിറങ്ങുന്നത്. പാടത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് വലിയ പുകയും തീ പടർന്നതുമായിരുന്നു. ഇത് എന്തായിരുന്നു ആദ്യം കണ്ടത്? അത് ഞങ്ങൾ അകത്ത് കിടക്കായിരുന്നു എല്ലാവരും. മുകളിൽ പിള്ളേർ കിടക്കുന്നുണ്ട്, താഴത്ത് ഞാൻ കിടക്കുന്നുണ്ട്, വീട് കിടക്കുന്നുണ്ട്. അതായിട്ട് പൊട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വല്ല ഇടിവെട്ടിൻ്റെ അവരിക്കാന്ന് വെച്ചു. പിന്നെ ക്ലാസ്സുകളൊക്കെ പിരിപിരാന്ന് മേത്തേക്ക് കൊഴിഞ്ഞു വീണു. അപ്പോഴേക്കും ഇറങ്ങി വാതിൽ പിള്ളേർ മുകളിൽ നിന്ന് അവർ കൂട്ടന്നുള്ളിൽ ഇറങ്ങി. അവിടെ നിന്ന് എനിക്ക് ഓടി ഇറങ്ങിയപ്പോഴേക്കും 4 വശത്ത് നുള്ളിയും കുറുക്കലും കാര്യങ്ങളും മൊത്തം കേൾക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി തീ അവിടെ നിന്ന് തീ പിടിച്ചില്ലാന്ന് മനസ്സിലായി. അവിടെ നോക്കിയിരുന്നു? അവിടെ പാടത്ത്? അവിടെ ഞങ്ങൾ പാടത്തേക്ക് എല്ലാവരും ഓടി, ആൾക്കാരും അപ്പോഴേക്കും പാടത്തേക്ക് ഞങ്ങളും ഓടി പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് പൊട്ടിനപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഓടി കുട്ടികളെ എടുത്തിട്ട് കുട്ടികളെ എടുത്തിട്ട് അങ്ങടെ ഓടിയ. പിന്നെ ആദ്യം എന്നിട്ട് അവന് ഒന്ന് നിലച്ചതിന് ശേഷം വന്ന് സെൻറ്ററിലേക്ക് അങ്ങോട്ട് കയറി. എത്ര പേരുണ്ടാവാറുണ്ട് സാധാരണ പണിക്ക് അവിടെ? പണിക്ക് 40-50 പേരൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഉണ്ട്, സാധാരണ ഉണ്ടാവാറുണ്ട്. അവിടെ കുറേ ആൾക്കാർ ഇവിടെ 10-15 ആൾക്കാർ ഇവിടെ താമസിക്കുന്നവരുണ്ടാവാറുണ്ട്. എല്ലാവരും മലയാളികളാണ്. ഇപ്പോൾ പുറമെന്ന് കുറേ ആൾക്കാർ വരാറുണ്ട്, ബൈക്കുമ്മിലും ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ട് 10-40 ആൾക്കാരുണ്ട്. പിന്നെ ഇപ്പം എന്തോരം ആൾക്കാരുണ്ടായിരുന്നു എന്നത് അറിയില്ല ഇന്നത്തെ അത്. വലിയ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് സമീപത്തെ വീടുകൾക്കും പല സ്ഥാപനങ്ങൾക്കും. എന്നിരുന്നാലും ഇവരുടെ ഉള്ളിലുള്ള ഭീതി ഇപ്പോഴും വിട്ടുപോയിട്ടില്ല. പ്രത്യേകിച്ച് വീട്ടിലുള്ള കുട്ടികൾ വലിയ കൂട്ടനിലവിളിയായിരുന്നു ഈ അപകടം ഉണ്ടായപ്പോൾ സമീപത്തെ വീടുകളിൽ നിന്ന് ഉയർന്നത്. ഈ കുട്ടികൾ പെട്ടെന്നുണ്ടായിട്ടുള്ള ഷോക്കിൽ വീടുകളിലെ ജനലുകളെല്ലാം പൊട്ടിത്തെറിക്കുകയായിരുന്നു, തകരുകയായിരുന്നു. ആ കുട്ടികൾക്കുൾപ്പെടെയുള്ളവരുടെ ഭീതി ഇപ്പോഴും അകന്നിട്ടില്ല. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയഭേദകമായ കാഴ്ചകൾ. പരിക്കേറ്റവർക്ക് 70% പൊള്ളലേറ്റതായി അധികൃതർ. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുകയാണ്. അഗസ്റ്റിൻ, ഈ ഒരു വാർത്ത കേൾക്കുന്ന എല്ലാവർക്കും ഉള്ളുലയ്ക്കുന്ന ഒരു വാർത്തയാണ്, അതിലൊരു സംശയമില്ല. കാരണം പൂരത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രം ശേഷിക്കുണ്ടായിരിക്കുന്ന ഈ ഒരു സ്ഫോടനം തീർച്ചയായിട്ടും എല്ലാവരെയും ഒരുമിച്ച് ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു സമയം ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കാരണം 70% പൊള്ളലേറ്റതായി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രിയ, ഒടുവിൽ നമുക്ക് വിവരം ലഭിക്കുമ്പോൾ 14 പേർ മരിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ 12 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത്യധികം സങ്കടകരമായ കാഴ്ചകളാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദുരന്ത സ്ഥലമായ മുണ്ടത്തിക്കോട് നിന്ന് എത്തിയ മൃതശരീരങ്ങളെയും അതുപോലെ തന്നെ ഉറ്റവരെയും തെരഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മൃതശരീര ഭാഗങ്ങൾ കാണാനായി എത്തിയവർ, ഉറ്റവരെയും ഉടയവരെയും കാണാനായി എത്തിയവർ, കാണാതായ ആളുകളെ തേടിയെത്തിയവർ, അങ്ങനെ നിരവധി ആളുകൾ, അതുപോലെ തന്നെ ദുരന്ത വൃത്താന്തം അറിഞ്ഞ് വാർത്തയറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ, അകലിൽ നിന്ന് പോലും എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥർ, ആശുപത്രി ജീവനക്കാർ തുടങ്ങി വലിയൊരു ആൾക്കൂട്ടമാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഉള്ളത്. എല്ലാ ആശുപത്രി ജീവനക്കാരും ഒരുപോലെ വളരെ ജാഗ്രതയോടെ സേവന സന്നദ്ധരായി ഓരോ വാഹനം, ഓരോ ആംബുലൻസ് എത്തുമ്പോഴും ഓടി വന്ന് ശരീരം പരിക്കേറ്റവരെയും അതുപോലെ തന്നെ ജീവനില്ലാത്ത ശരീരങ്ങളെയും ശരീരഭാഗങ്ങളെയും ഇതൊക്കെ നടക്കുന്ന ദൃശ്യങ്ങളാണ് എല്ലാവർക്കും ഉണ്ടാക്കുന്നത്. കാരണം പകുതി കരിഞ്ഞതും മുഴുവൻ കരിഞ്ഞതുമായ ശരീരഭാഗങ്ങൾ തികച്ചും നടുക്കവും അതുപോലെ തന്നെ ദുഃഖവും ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയിൽ അവർ വളരെ സമയോചിതമായി ഇടപെട്ട് ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് സഹായികളും അവർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി ട്രോമ കെയർ റെഡ് സോണിലുള്ള പൊള്ള ചികിത്സാ വിഭാഗത്തിലേക്കാണ് മാറ്റുന്നത്. ഉടൻ തന്നെ അവിടെ ഇപ്പോൾ 13 പേർ ചികിത്സയിലുണ്ട്. ഈ 13 പേരിൽ 5 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഈ 5 പേരിൽ 70% പൊള്ളലേറ്റവരും ഒരാൾ 90%-ലധികം പൊള്ളലേറ്റ ആളുണ്ട്. അദ്ദേഹത്തെ വെന്റിലേറ്ററിലാണ് കിടത്തിയിരിക്കുന്നത്. അങ്ങനെ മരണസംഖ്യ ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മുണ്ടത്തിക്കോടുണ്ടായ ആ ഒരു സ്ഫോടനത്തിൽ
തെറിച്ച നിരവധി ശരീരഭാഗങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. താൽക്കാലികമായി തെരച്ചിൽ നിർത്തിവെച്ചെങ്കിലും നാളെ തുടർന്ന തെരച്ചിലിൽ ബാക്കി കൂടി ശരീരഭാഗങ്ങൾ കൂടി കിട്ടിയാൽ മാത്രമേ കൃത്യമായ മരണസംഖ്യയെക്കുറിച്ച് ഒരു വിവരം ലഭ്യമാവുകയുള്ളൂ. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാണ് 14 മരണം ആയതായി നാം റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇതിൽ 12 മരണങ്ങളെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഈ വൈകിട്ട് ഒരു 7:30 മുഹമ്മദ് റിയാസ്, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മെഡിക്കൽ കോളേജിലെത്തിയിരുന്നു. അദ്ദേഹം പരിക്കേറ്റവരെയും മറ്റും സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് 5 മരണങ്ങളാണ് സ്ഥിരീകരിച്ചതെന്നും ബാക്കി 7 മരണങ്ങൾ ശരീരഭാഗങ്ങൾ കൊണ്ട് നിഗമനത്തിലെത്തിയതാണ് എന്നുമായിരുന്നു. അങ്ങനെ 12 മരണങ്ങളാണ് അദ്ദേഹം, അല്ലെങ്കിൽ 12 മരണത്തിനുള്ള സാധ്യതയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതിനു മുന്നേ നടന്ന വാർത്താ സമ്മേളനത്തിൽ, അതായത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ്, ആശുപത്രി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഇന്ദു എന്നിവരുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ നടത്തിയ ഒരു വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയുണ്ടായി, കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അതിൽ പറഞ്ഞത് അവർ കൃത്യമായി 12 മരണങ്ങൾ അവർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് പറയുകയുണ്ടായി. അതുപോലെ തന്നെ 13 പേർ ചികിത്സയിലുള്ളതിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണെന്നും അത് ഈ പറയുന്ന ചികിത്സ നമുക്കിന്ന് ലഭ്യമാകുന്ന ആധുനികമായ എല്ലാ ഉന്നത ചികിത്സയിൽ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ മെഡിക്കൽ കോളേജ് ചെയ്തിട്ടുണ്ടെന്നുമാണ് നമ്മളോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് പറഞ്ഞത്. അതേസമയം മന്ത്രി മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായി, പാലക്കാട് നിന്ന് അതിവിദഗ്ധരായ ഒരു ഡോക്ടർമാരുടെ ഒരു സംഘം മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഡോക്ടർമാരുടെ ഒരു സംഘം എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ദുരന്തത്തെ നേരിടുന്നതിന്, ദുരന്തത്തിന് വേണ്ട ആവശ്യമായ സഹായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ഏകോപിപ്പിക്കുക എന്നുള്ള നടപടി തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് എടുത്തിട്ടുണ്ടെന്നും അതേ തുടർന്ന് വിപുലമായ രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളും നേരിടുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കാനാണ് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടുള്ളതെന്നും നമ്മോട് മുഹമ്മദ് റിയാസ് പറയുകയുണ്ടായി. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. എങ്കിലും മരണം ഏത് സമയവും ഓരോ ആംബുലൻസ് വരുമ്പോഴും ഓരോ ആംബുലൻസിലും കത്തിക്കരിഞ്ഞ മൃതശരീരങ്ങൾ, ചെലവിൽ ഒരു ചാക്കിൽ കുറച്ച് ശരീരഭാഗങ്ങൾ, കത്തിക്കരിഞ്ഞ ശരീരഭാഗങ്ങൾ അങ്ങനെ എടുത്തുകൊണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഒരുപക്ഷെ നാളെ ഇതുവരെ നാം ആരും ദർശിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ദുഃഖമുണ്ടാക്കുന്ന, സങ്കടമുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ കാണേണ്ട ഒരു അവസ്ഥ ഇന്ന് അവിടെ എത്തിയ എല്ലാവർക്കും ഉണ്ടായി. മാത്രമല്ല ഇനിയും ആരൊക്കെ മരിച്ചു എന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിഞ്ഞിട്ടില്ല. മരിച്ച ആളുകളിൽ തിരിച്ചറിഞ്ഞവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അതേസമയം ചികിത്സയിലുള്ളവരുടെ എല്ലാവരുടെയും പേരുവിവരങ്ങളും മറ്റും കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സയിലുള്ളവരുടെ വിവരങ്ങൾ ലഭ്യമാണ്. അതേസമയം മരിച്ചവരുടെ വിവരങ്ങൾ പൂർണ്ണമായി ലഭ്യമല്ല. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ളവരുടെ കാര്യങ്ങളും പൂർണ്ണമായി അറിയാൻ കഴിയില്ല. അത് തുടർന്നുള്ള DNA പരിശോധനയ്ക്കും മറ്റും ശേഷം മാത്രമേ കൃത്യമായിട്ട് കണക്കാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയുമുണ്ട്. ഏതായാലും മെഡിക്കൽ കോളേജിലെ ജീവനക്കാരും പോലീസും ഡോക്ടർമാരും നഴ്സ് എല്ലാവരും ഒരുപോലെ എല്ലാം മറന്ന്, അതായത് വളരെ ശുഷ്കാന്തിയോടെ അതീവ ജാഗ്രതയോടെ രക്ഷാപ്രവർത്തനങ്ങളും തുടർന്ന് ചികിത്സാ കാര്യങ്ങളും നിർവഹിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മെഡിക്കൽ കോളേജിൽ കാണാൻ കഴിയുന്നത്. നന്ദി അഗസ്റ്റ്യൻ വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും അതേപോലെയുള്ള വിവരങ്ങളുമാണ് നമുക്ക് ലഭിച്ചത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതേസമയം മരിച്ചവരുടെ അല്ലെങ്കിൽ അത്രയധികം പൊള്ളലേറ്റ ആളുകളുടെ അത് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതിന് DNA പരിശോധന തന്നെ നടത്തണം. എന്താണെങ്കിലും തീർച്ചയായിട്ടും ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നിട്ടുള്ളത്. ആവേശവും സന്തോഷവും നിറയേണ്ട ദിവസങ്ങളിൽ തീർത്തും ഭീകരവും ദുഷ്കരമായിട്ടുള്ള ഒരു സംഭവം ജില്ലയിൽ നടന്നിരിക്കുന്നു. ഒരു ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ഹായ്, ഫിലിപ്സിൽ
ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ അപകടത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അനുശോചിച്ചു. ഹൃദയഭേദകമായ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രത്തിലുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞവരുടെ വിയോഗത്തിൽ CPI ജില്ലാ കൌൺസിൽ അനുശോചനം രേഖപ്പെടുത്തി. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കുന്ന കേന്ദ്രങ്ങളും വെടിക്കോപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിലും മതിയായ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ആവശ്യപ്പെട്ടു. മുണ്ടത്തിക്കോട് സ്ഫോടനം അതീവ ദുഃഖകരമാണെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ വിയോഗത്തിൽ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അനുശോചനം രേഖപ്പെടുത്തി. മുണ്ടത്തിക്കോട് പടക്ക നിർമ്മാണശാലയിലെ സ്ഫോടനത്തിൽ തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ദുഃഖം രേഖപ്പെടുത്തി. സംഭവം അതീവ വേദനാജനകമാണെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. പാമ്പുകടിയേറ്റതിനെ തുടർന്ന് കറുകുറ്റി അപ്പോളോ അറ്റ്ലക്സ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കടമ്പോട് സ്വദേശി 10 വയസ്സുകാരൻ അനോഷ് സിൽജോയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു വരുന്നതായി ആശുപത്രി അധികൃതർ മെഡിക്കൽ ബുള്ളറ്റിനിൽ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെയാണ് അനോഷിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്ററിൽ കഴിയുന്ന അനോഷിന്റെ നില തിങ്കളാഴ്ച രാവിലെ മുതൽ മെച്ചപ്പെട്ടിരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നടത്തിയ പരിശോധനയിൽ അനോഷ് കൂടുതൽ ഉന്മേഷവാനും ബോധാവസ്ഥയിലുമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. കുട്ടിയുടെ പേശികളുടെ ബലം മെച്ചപ്പെട്ടിട്ടുണ്ട്. സ്വന്തമായി ശ്വസിക്കുന്നുണ്ടെങ്കിലും നേരിയ തോതിൽ വെന്റിലേറ്റർ സഹായം ഇപ്പോഴും തുടരുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ ആശുപത്രിയിലെത്തിയ അച്ഛനോടും അമ്മയോടും സഹോദരിയോടും മുഖഭാവങ്ങളിലൂടെയും ചുണ്ടുകളുടെ ചലനത്തിലൂടെയും ആശയവിനിമയം നടത്താൻ അനൂഷിന് സാധിച്ചതായി പറയുന്നു. ഇത് തലച്ചോറിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാണെന്നതിന്റെ സൂചനയാണ്. പാമ്പുകടിയേറ്റതിനെ തുടർന്നുള്ള തളർച്ചയിൽ നിന്നുള്ള മോചനം പ്രവചനാതീതമാണെങ്കിലും നിലവിലെ മാറ്റങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നതും വേഗത്തിലുള്ള പുരോഗതിയെ സൂചിപ്പിക്കുന്നതുമാണെന്ന് ആശുപത്രി സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ R രമേഷ് കുമാർ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞു. ആത്മബലം കൊണ്ട് അതിജീവനത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുകയാണ് അഴീക്കോട് സ്വദേശിയായ താഹിർ. 3 മാസം മുമ്പ് അണലിയുടെ കടിയേറ്റെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചെത്തി കർമ്മരംഗത്ത് സജീവമാകാൻ ഒരുങ്ങുകയാണ് സ്നേക്ക് റെസ്ക്യൂവറായ താഹിർ. വലതു ചൂണ്ടുവിരലിൽ മരണം തൊട്ട നിമിഷത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെയും ആത്മബലത്തിന്റെയും കൈപിടിച്ച് അതിജീവിക്കുകയായിരുന്നു താഹിർ അഴീക്കോട്. കൊടുങ്ങല്ലൂർ മേഖലയിലെ സ്നേക്ക് റെസ്ക്യൂവറായ താഹിറിന് കഴിഞ്ഞ ജനുവരി 30-ന് രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് അണലിയുടെ കടിയേറ്റത്. കയ്യിൽ വിഷപ്പല്ല് താഴ്ത്തിയ അണലിയുടെ പരാക്രമത്തെക്കുറിച്ച് താഹിർ പറയുമ്പോൾ വാക്കുകളിൽ തെല്ലും ഭീതിയില്ലെങ്കിലും കേട്ടു നിൽക്കുന്നവരിൽ ഭയം നിറയും. സാധാരണ പോലെ തന്നെ റെസ്ക്യൂവിന് ടീം വിളിച്ചിട്ട് അങ്ങനെ പോയതാണ്. പോകുമ്പോൾ അവിടെ 2 അണലി വലയപ്പെട്ട് കിടക്കണ്ടായി. ഞാൻ കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ അവിടെ നിന്ന് വല കട്ട് ചെയ്ത് എടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ടാണ് ചെയ്തത്. ഒരണലി വലയുടെ താഴത്താണ് കിടന്നിരുന്നത്, മറ്റേത് ഒരെണ്ണം മേലെ. സാധാരണ നമ്മൾ ചെറിയ പൈപ്പ് വെച്ചിട്ടാണ് തല പൈപ്പിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടാണ് ചെയ്യല്. അതേപോലെ ചെയ്തിരുന്നു. മറ്റേത് വല്ലുള്ളിൽ കൂടി പെട്ടെന്ന് വന്നിട്ട് അറ്റാക്ക് ചെയ്താണ് സംഭവിച്ചത്. 10-15 ദിവസത്തോളം ആസ്പത്രിയിലായിരുന്നു. അതിൽ 5-8 ദിവസം ICUലായിരുന്നു. ICUവിൽ കുറച്ച് ഡേഞ്ചർ സിറ്റുവേഷൻ ആയിരുന്നു. പൾസ് ഒന്നും കയറണ്ടായില്ല, 40 താഴെ ഉണ്ടായുള്ളൂ. ഞാനിപ്പോൾ ഒരു 4-5 കൊല്ലം ഈ പാമ്പിനെ പിടിക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലത്തോളമായി തുടങ്ങിയിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് 5 കൊല്ലത്തിൻ്റെ ഇടയിൽ ആദ്യമായിട്ടാണ് കിട്ടിയത് ഇങ്ങനെ ഒരു വൈറ്റ് കിട്ടിയത്. അത് വലയിൽ കുടുങ്ങിയ 2 അണലിപ്പാമ്പുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയായിരുന്നു സംഭവം. പാമ്പുകളിലൊന്നിന്റെ തല പ്ലാസ്റ്റിക് പൈപ്പിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിനിടയിലാണ് മറ്റൊരു പാമ്പ് താഹിറിനെ കടിച്ചത്. കടിയേറ്റുടനെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച താഹിറിന് ആന്റി വെനം നൽകി.
തുടർന്ന് മോഡേൺ ആശുപത്രിയിലും അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. 15 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ താഹിർ ഡോക്ടർമാരായ ആശ, മനോജ് ജോസ്, സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ചികിത്സയിലൂടെ ഇപ്പോൾ ആരോഗ്യം വീണ്ടെടുത്തു വരികയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ആയിരക്കണക്കിന് പാമ്പുകളെ പിടികൂടിയിട്ടുള്ള താഹിറിന് ഇത്തരമൊരു അനുഭവം ആദ്യമാണ്. പാമ്പ് കടിയേറ്റ വലതുകൈയിലെ മുറിവുണങ്ങിയിട്ടില്ലെങ്കിൽ കൂടി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് താഹിർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വെള്ളറക്കാട് ആദൂരിൽ പോത്തിന്റെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധികൻ മരിച്ചു. ആദൂർ നാലകത്ത് 78 വയസ്സുള്ള കുഞ്ഞുട്ടിയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ കുഞ്ഞുട്ടി കൃഷിസ്ഥലമായ തിരുത്തുമൽ പാടത്തേക്ക് പേരക്കുട്ടിയോടൊപ്പം പോയതായിരുന്നു. അവിടെ മറ്റൊരാളുടെ പോത്ത് പുല്ല് മേയ്യുന്നതിനിടയിൽ കുഞ്ഞുട്ടിയെ ആക്രമിക്കുകയായിരുന്നു. കാലിലും നെഞ്ചിലും കുത്തേറ്റ് സാരമായ പരിക്കേറ്റ കുഞ്ഞുട്ടി തൃശൂർ അശ്വിനി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. എരുമപ്പെട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പാലിയേക്കര ടോൾ പ്ലാസയിൽ വൻ രാസലഹരി വേട്ട. 90 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിലായി. പറവൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊടുങ്ങല്ലൂർ അഞ്ചപ്പാലം സ്വദേശി കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ അഷ്നാൻ, കുന്നംകുളം മേത്തല സ്വദേശി വേണാട്ട് വീട്ടിൽ ഷൈൻ എന്നിവരാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും ആലുവയിലേക്കുള്ള സ്വകാര്യ ബസ്സിലാണ് പ്രതികൾ ലഹരി മരുന്ന് കടത്തിയത്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബസ്സിറങ്ങിയ പ്രതികളെ പോലീസ് സംഘം പിടികൂടുകയായിരുന്നു. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത MDMA-ക്ക് വിപണിയിൽ 3 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും പുതുക്കാട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെ തുടർന്ന് ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിന് നേരിട്ട നഷ്ടം ബാങ്ക് ഭരണസമിതി അംഗങ്ങളിൽ നിന്നും ഈടാക്കാൻ സഹകരണ വകുപ്പ് ഉത്തരവ്. 2014-19 കാലയളവിൽ പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങളായ MP ജാക്സൺ, PJ തോമസ്, LD ആൻഡോ, ജസ്റ്റിൻ ജോൺ, TI ജോസഫ്, PP തോമസ്, ഫിലോ മാത്യു, ബേബി ജോസ്, സുജ, സഞ്ജീവ് കുമാർ, TV ഹരിദാസ് എന്നിവരിൽ നിന്നും 20,29,640 രൂപ വീതം ഈടാക്കാനാണ് സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ടിലുള്ളത്. ITC എന്ന പേര് ഉപയോഗിച്ചതിന് കൽക്കത്ത കോടതിയിൽ കേസിനായി ജനറൽ ഫണ്ട് ഉപയോഗിച്ചതും പുതിയതായി ആരംഭിച്ച 5 ശാഖകളിലേക്ക് സഹകരണ വകുപ്പിന്റെ അനുമതിയില്ലാതെ തുകകൾ ചിലവഴിച്ചതുമൂലം ഉണ്ടായ നഷ്ടമാണ് ഭരണസമിതി അംഗങ്ങളുടെ പേരിൽ ചുമത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ ഉള്ളവർ ഏപ്രിൽ 24-ന് ഓഫീസിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും അല്ലാത്തപക്ഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപാകതകൾ കണ്ടെത്തിയതിനെ തുടർന്ന് മാസങ്ങളായി ടൗൺ സഹകരണ ബാങ്ക് RBIയുടെ കർശനമായ നിയന്ത്രണങ്ങളോടെ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ്. ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിലെ CCTV പ്രവർത്തനരഹിതമായതായി പരാതി. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 മുതൽ 5:30 വരെ 1 മണിക്കൂർ നേരം CCTV പ്രവർത്തനരഹിതമായെന്നാണ് ആരോപണം. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് UDF പരാതി നൽകി. ഗുരുവായൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CH റഷീദാണ് പരാതി നൽകിയത്. EVM സൂക്ഷിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ കോളേജിലെ CCTV ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. 1 മണിക്കൂറോളം നേരം അതിൽ നിന്നുള്ള ദൃശ്യങ്ങളൊന്നും ലഭ്യമായില്ലെന്ന് UDF സ്ഥാനാർത്ഥി പരാതിയിൽ പറയുന്നു. സ്ട്രോങ് റൂം ഉൾപ്പെടെയുള്ളവയുടെ സുരക്ഷിതത്വത്തിൽ ആശങ്കയുണ്ടെന്നും പരാതിയിൽ വ്യക്തമാക്കി. അതിരപ്പിള്ളിയിൽ കാട്ടാന ഹോട്ടൽ ആക്രമിച്ചു. പിള്ളപ്പാറ എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം കാളിയാടൻ ജോൺസന്റെ ഹോട്ടലാണ് കാട്ടാന ആക്രമിച്ചത്. ഹോട്ടലിന്റെ മുൻവാതിൽ തകർത്താണ് കാട്ടാന അകത്ത് കയറിയത്. ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ജോൺസണും കുടുംബവും താമസിക്കുന്നത്. വലിയ ശബ്ദം കേട്ട ജോൺസന്റെ ഭാര്യയും മകളും വാതിൽ തുറന്നപ്പോഴാണ് ഹോട്ടലിനകത്ത് കാട്ടാന നിൽക്കുന്നത് കണ്ടത്. ഉടനെ ബഹളം വെച്ച് കാട്ടാനയെ പ്ലാന്റേഷൻ എണ്ണപ്പന തോട്ടത്തിലേക്ക് ഓടിക്കുകയായിരുന്നു. ജോൺസൺ പെരിങ്ങൽകുത്ത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലെ ജീവനക്കാരനാണ്. വല്ലച്ചിറ കടലാശ്ശേരിയിൽ മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പ്രതിക്കുള്ള ശിക്ഷ ഈ മാസം 24-ന് വിധിക്കും. വല്ലച്ചിറ സ്വദേശി ഊമൻപിള്ളി വീട്ടിൽ ഗോകുലിനെയാണ് കുറ്റക്കാരനെന്ന് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി K. കമനീസ് കണ്ടെത്തിയത്. 2022 ഫെബ്രുവരി 25-നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യാനായി വല്ലച്ചിറ സ്വദേശി കൗസല്യയെ പ്രതി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയകുമാർ കോടതിയിൽ ഹാജരായി. ഇടവേള. വർണ്ണവസ്ത്രത്തിൻ ലോകം കേരള വസ്ത്ര
ദേവാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. French Dairy Pistachio Kunafa Bar. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ട അറസ്റ്റിൽ. മറ്റത്തൂർ അന്നാമ്പാട സ്വദേശി വലിയകത്ത് വീട്ടിൽ നവാസാണ് കോടാലിയിൽ നിന്ന് അറസ്റ്റിലായത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ ഷബാബിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തിരുവല്ലാമല നഗരത്തിൽ വഴിയാത്രക്കാരുടെ ജീവന ഭീഷണിയായി തെരുവിൽ കാളക്കൂറ്റന്മാർ ഏറ്റുമുട്ടുന്നത് പതിവാകുന്നു. കഴിഞ്ഞ ദിവസം ഓട്ടോ സ്റ്റാൻഡ് പരിസരത്ത് കാളക്കൂറ്റന്മാർ ഏറ്റുമുട്ടിയതിനെ തുടർന്ന് അരമണിക്കൂറോളം വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. 50-ലധികം കാളകളാണ് നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയാണിവ. കടകളിൽ കയറി സാധനങ്ങൾ നശിപ്പിക്കുന്നത് മൂലം വ്യാപാരികളും വലയുകയാണ്. പാവറട്ടി തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് വളണ്ടിയർ സേനയ്ക്ക് പരിശീലനം നൽകി. തിരുനാൾ ദിനങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനുമായി രൂപീകരിച്ച വളണ്ടിയർ സേനയുടെ പ്രത്യേക യോഗം ചേർന്നു. തിരുനാൾ ദിനങ്ങളിൽ ദേവാലയത്തിലും പരിസരങ്ങളിലും പോലീസിന്റെ നിർദ്ദേശങ്ങളുമായി പൂർണ്ണമായി സഹകരിച്ച് 501 അംഗ വളണ്ടിയർ സേന പ്രവർത്തിക്കും. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പോലീസ് സ്റ്റേഷൻ SHO ആന്റണി ജോസഫ് നെറ്റോ ഉദ്ഘാടനം ചെയ്തു. വളണ്ടിയർ ക്യാപ്റ്റൻ ജിയോ ജോൺ, കൈക്കാരൻ ലിയോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ LCD പ്രൊജക്ടറും സ്ക്രീനും വിതരണം ചെയ്തതിൽ വ്യാപക ക്രമക്കേട് നടന്നതായി വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. വ്യാജരേഖ ചമച്ച് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാലിന്റെ സഹായത്തോടെ ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ പഞ്ചായത്തിൽ നിന്നും ആനുകൂല്യം കൈപ്പറ്റിയതായി പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ NK കബീറാണ് വിജിലൻസിൽ പരാതി നൽകിയത്. വ്യാജരേഖ ചമച്ച് ആനുകൂല്യം നേടിയ ക്ലബ്ബ് ഭാരവാഹികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും പരാതിക്കാരനായ NK കബീർ അറിയിച്ചു. നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ CPM ഭരണസമിതി നടത്തിയ അഴിമതികളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM നിഷാദും ആവശ്യപ്പെട്ടു. കേരളത്തിലെ സ്വാശ്രയ സ്കൂളുകളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ അൺഎയ്ഡഡ് സ്കൂൾസ് പ്രൊട്ടക്ഷൻ കൌൺസിൽ കമ്മിറ്റി യോഗം തൃശൂർ ദേവമാത CMI സ്കൂളിൽ സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ആഭിമുഖ്യത്തിലാണ് യോഗം സംഘടിപ്പിച്ചത്. സ്വകാര്യ സ്കൂളുകളോട് സർക്കാർ തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും തുല്യനീതി ഉറപ്പാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. കൂടാതെ സ്കൂൾ കെട്ടിടങ്ങളെ കെട്ടിട നികുതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും സ്കൂൾ സേഫ്റ്റി സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവിലെ അപ്രായോഗിക നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നും യോഗം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ദിശാനിർണയം നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്തെ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏകോപിത പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനും തീരുമാനമായി. ദേശീയ വിദ്യാഭ്യാസ നയം പ്രാവർത്തികമാക്കുന്നത് സംബന്ധിച്ച് CBSE മാസ്റ്റർ ട്രെയിനറായ ഡോക്ടർ ദിനേശ് ബാബു വിശദീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് ആദിത്യ വർമ്മരാജ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, സംസ്ഥാന ജനറൽ സെക്രട്ടറി PS രാമചന്ദ്രൻ പിള്ള, ട്രഷറർ സരോഷ് എബ്രഹാം, ഓർഗനൈസിംഗ് സെക്രട്ടറി ജേക്കബ് ജോർജ്, ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി, ദേവമാത സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എളവത്തിങ്കൽ, ആക്ടിംഗ് സെക്രട്ടറി EK ഷംസുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തഷ്ണത്ത് തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ.
കൂടൽമാണിക്യം ആക്ട് അനുസരിച്ച് അധികാരത്തിലേറിയ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആചാരലംഘനം നടത്തിയതായി ഇരിങ്ങാലക്കുട ക്ഷേത്രം ആചാര വിശ്വാസ സംരക്ഷണ സമിതി പ്രവർത്തകർ ആരോപിച്ചു. ആചാരലംഘനം നടത്തിയ കൂടൽമാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ രാജിവെക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കാലങ്ങളായി നടത്തിവരുന്ന ആചാരങ്ങളാണ് മാനേജിംഗ് കമ്മിറ്റി മാറ്റാൻ ശ്രമിക്കുന്നതെന്ന് ആചാര സംരക്ഷണ സമിതി ഭാരവാഹികളായ CG കൃഷ്ണകുമാർ, PS ജയശങ്കർ, ഹരി വാര്യർ, VP രാധാകൃഷ്ണൻ, കാവനാട്ട് കൃഷ്ണൻ നമ്പൂതിരി, ഉണ്ണികൃഷ്ണൻ പൊതുവാൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മാള പൊയ്യ മേഖലയിൽ പെട്രോളിൽ വെള്ളം കലർന്നതായി പരാതി. പമ്പിൽ ഇന്ധനം നിറച്ചതിന് പിന്നാലെ നിരവധി വാഹനങ്ങൾ വഴിമധ്യം നിലച്ചതായി യാത്രക്കാർ വ്യക്തമാക്കി. പരിശോധനയിൽ ഇന്ധനത്തിൽ വെള്ളത്തിന്റെ അംശം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് ബന്ധപ്പെട്ട പെട്രോൾ പമ്പ് താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. കോടതി വിധി പ്രകാരം 1 ലക്ഷം രൂപയും പലിശയും നൽകാത്തതിന് ഏങ്ങണ്ടിയൂരിലെ മലയാളി ക്ഷേമനിധി ലിമിറ്റഡിന്റെ ചെയർമാനും MDക്കും പോലീസ് മുഖേന വാറണ്ട് അയക്കാൻ ഉത്തരവ്. തൃശൂർ കുണ്ടലിയൂർ സ്വദേശിനി കാരോട്ട് വീട്ടിൽ സജീവ് ഉത്തമൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ ഉപഭോക്തൃ കോടതിയുടെ ഉത്തരവ്. ഹർജിക്കാരിക്ക് വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. പാവറട്ടി സെന്റ് ജോസഫ് കേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലിക്ക് പ്രവാസ മേഖലയിൽ നിന്നും പുറത്തിറക്കിയ പ്രമോ വീഡിയോ ശ്രദ്ധേയമായി. പാവറട്ടി സ്വദേശികളുടെ പ്രവാസികളുടെ കലാകൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വീഡിയോ തയ്യാറാക്കിയത്. പാവറട്ടി പള്ളിയുടെ പഴയകാല ചരിത്രം വ്യത്യസ്തമായ രീതിയിൽ വീഡിയോയിൽ അവതരിപ്പിക്കുന്നു. PM ജോസഫിന്റെ ആശയത്തിന് ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് UAEയിൽ സ്കൂൾ ജീവനക്കാരനായ സാംസൺ ചെമ്മണ്ണൂരാണ്. മഹേഷും ജിജോയും ചേർന്നാണ് എഡിറ്റിംഗ് നിർവഹിച്ചത്. UAEയിൽ ചിത്രകലാ അധ്യാപകനായ ജിൻഡോ ആന്റണി വരകളിലൂടെ നിറം പകർന്നിരിക്കുന്നു. ഇനി വാണിജ്യം. മിഖായേൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 4ാമത് ഷോറൂം പുന്നയൂർക്കുളം ആൽത്തറയിൽ പ്രവർത്തനം ആരംഭിച്ചു. വർഷത്തെ സേവനങ്ങളിലൂടെ ജനമനസ്സിൽ ഇടം നേടിയ മിഖായേൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ 4ാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം നവ്യ നായർ നിർവഹിച്ചു. വയലത്തൂർ ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ ആശീർവാദ കർമ്മം നടത്തി. ഡയമണ്ട് സെക്ഷന്റെയും ആദ്യ സംരംഭമായ മിഖായേൽ മെഡിക്കൽസിന്റെയും ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. മിഖായേൽ ചിറ്റ്സിന്റെ ഉദ്ഘാടനം മിഖായേൽ ഗ്രൂപ്പ് ചെയർമാൻ ബാബു ജോസ് നിർവഹിച്ചു. മിഖായേൽ ക്യാപിറ്റലൈസ് സീരിയൽ താരം അനുഷ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള മിഖായേൽ ലാബും പ്രവർത്തനം ആരംഭിച്ചു. പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി 1 മാസത്തേക്ക് 1700 രൂപയുടെ ഫുൾ ബോഡി ചെക്കപ്പ് 500 രൂപയ്ക്കും ഷുഗർ പ്രഷർ ടെസ്റ്റുകൾ സൗജന്യമായും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉദ്ഘാടനത്തിനെത്തുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 25 പേർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകി. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് അംഗം ഷിമോദ് കാട്ടിശ്ശേരി, KGSDA ആൽത്തറ യൂണിറ്റ് സെക്രട്ടറി TJ റോയ്, മിഖായേൽ ഗ്രൂപ്പ് ഫൗണ്ടർ VM ജോസ്, ഡയറക്ടർമാരായ എഡ്വിൻ, ബിജി ആലപ്പാട്ട്, ലിസി ബാബു, ലിയോ ടോണി, TA ബാബു, S ബാലൻ, ടെൽമ ബേബി, മിഖായേൽ ഫുഡ്സ് ഡയറക്ടർ PD ജോസ്, മിഖായേൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് പാർട്ണർ ഗോഡ്വിൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,235 രൂപ, പവന് 1,13,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിൽ സ്ഫോടനം, 13 പേർ മരിച്ചു. സ്ഫോടനമുണ്ടായത് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ. മജിസ്റ്റീരിയൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കളക്ടർ. ദുരന്തത്തിൽ വിറങ്ങലിച്ച് മുണ്ടത്തിക്കോട് ഗ്രാമം. പ്രദേശവാസികൾ ആദ്യം കരുതിയത് ഭൂചലനമെന്ന്. ദുരന്തത്തിന്റെ ഭീതി മാറാതെ പ്രദേശവാസികൾ. നാശനഷ്ടങ്ങൾ സംഭവിച്ചത് ഒട്ടേറെ വീടുകൾക്ക്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഹൃദയഭേദകമായ കാഴ്ചകൾ. പരിക്കേറ്റവർക്ക് 70% പൊള്ളലേറ്റതായി അധികൃതർ. കോടാലി കടമ്പോട് പാമ്പുകടിയേറ്റ് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ അനൂഷിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി അധികൃതർ. വെള്ളറക്കാട് ആദൂരിൽ പോത്തിന്റെ കുത്തേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വയോധികൻ മരിച്ചു. പാലേക്കര ടോൾ പ്ലാസയിൽ വൻ രാസലഹരിവേട്ട. 90 ഗ്രാം MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് കുന്നംകുളം കൊടുങ്ങല്ലൂർ സ്വദേശികൾ. ഇരിങ്ങാലക്കുട ടൗൺ സഹകരണ ബാങ്കിന് നേരിട്ട നഷ്ടം ബാങ്ക് ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈടാക്കാൻ സഹകരണ വകുപ്പ് ഉത്തരവ്. ഈ മാസം 24-ന് ഓഫീസിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്നും ഉത്തരവ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ